രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവരാത്രി ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. അപ്പം രാവിലെ അമ്മയും അച്ഛനൊക്കെ പോയി അവർ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് പോയത്. പിന്നെ ഏട്ടനും ജോലിക്ക് പോയി. പിന്നെ അവർ അമ്മയും അച്ഛനും വന്നതിന് ശേഷം കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നത്. കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിലേക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ തൊഴുത് നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തൂടെ തൊഴുതു. അതിനുശേഷം അവിടെ ചോറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുക കേട്ടോ. കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. എന്നാലും തിരക്കുകളൊന്നുമില്ല. വലിയ ഹാളായതുകൊണ്ട് കുറേ പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് അധികം തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ ഭക്ഷണം എന്ന് പറയുന്നത് കഴിക്കാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ടാട്ടോ ഞാൻ കരുതുന്നത്. അത് നമുക്ക് എപ്പോഴും കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയൊക്കെയാണ് ആ ഭക്ഷണത്തിന്. അങ്ങനെ അവരെ അമ്മച്ചൻ്റെ ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു. അപ്പം അവരെ ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചൻ്റെ ഫ്രണ്ടിനെ. അവരെ കണ്ടാൽ പിന്നെ അവരുടെ അടുത്തൊന്നും പോവില്ല. കളിയും ചിരിയായിട്ട് അവരുടെ അടുത്ത് തന്നെ നിൽക്കും. പിന്നെ ഈ കൂറ്റഞ്ചേരി അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. കൽപ്പടവുകളുള്ള പണ്ടത്തെ രീതിയിലുള്ള കുളമാണ്. ഇതിൽ കുറേ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ട അതിശയം തോന്നും. കാരണം അത്രയും വലിയ മീനുകളൊക്കെ ഉണ്ട് ഇതിൽ. അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ കുറേ ചെണ്ടകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നവിടെ ഏതോ ഒരു ടീമിൻ്റെ ചെണ്ടേൻ്റെ അരങ്ങേറ്റുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ചെണ്ടകളാണ്. ഉച്ചയായതുകൊണ്ട് തന്നെ മെയിൻ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ. കുരുത്തോലകൾ കൊണ്ടും ചെട്ടിമാല കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. വൈകുന്നേരം ഇവിടെ നല്ല നല്ല പ്രോഗ്രാമുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അച്ഛൻ്റെ ഫ്രണ്ട്. അപ്പം എന്തൊക്കെയോ ഡാൻസ് പരിപാടികളും പിന്നെ ചെണ്ട അരങ്ങേറ്റവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ശിവരാത്രീൻ്റെ ആ സമയം ആയതുകൊണ്ട് തന്നെ ഉറക്കമൊഴിയണമല്ലോ നോൽമ്പെടുത്തവർക്കൊക്കെ. അപ്പം ഇവിടെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വേണമെങ്കിൽ നമുക്ക് ഉറക്കമൊഴിയാം. പിന്നെ ഇവിടെ ഓരോ മതിലിൻ്റെ മുകളിൽ ഓരോ ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗണപതി സ്തോത്രം ആയാലും പിന്നെ ഓരോ നാമങ്ങളായാലും ഒക്കെ അവർ ഈ മതിലിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും പരിപാടി ഉണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും ഉറക്കമൊഴിയേണ്ടത് കൊണ്ട് തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കമൊഴിയാനൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തോടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ധ്രുവത്തൊക്കെ പറയണത് ഞങ്ങൾക്ക് ചാവി വേണം തുറക്കണം എന്നുള്ളത്. പിന്നെ കുറേ വാശി പിടിച്ചതിന് ശേഷം അവരമ്മച്ചൻ ചാവി കൊടുത്ത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ശിവരാത്രി ആശംസിക്കുന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.